ബാംഗ്ലൂരിൽ നിന്നും എന്നെ കാണാൻ വന്ന ഒരു രോഗി ഒരു സിമ്പിളായിട്ടുള്ള ടെസ്റ്റ് റിപ്പോർട്ടുമായിട്ടാണ് വന്നത്. ആ ഒരു ടെസ്റ്റിലൂടെ അദ്ദേഹത്തിന് വളരെ ഗൗരവമായിട്ടുള്ള ഒരു അറ്റാക്കിൽ നിന്നും രക്ഷപ്പെടാൻ സാധിച്ചു. അദ്ദേഹം ഇതിനു മുമ്പേ ചെയ്ത രക്തത്തിലെ ടെസ്റ്റുകൾ ECG, എക്കോ, TMT എല്ലാം നോർമൽ ആയിട്ട് പോലും ഈ ടെസ്റ്റിലൂടെയാണ് അദ്ദേഹത്തിന് അറ്റാക്കിൽ നിന്നും രക്ഷപ്പെടാൻ സാധിച്ചത്. നമ്മളിൽ പലർക്കും പറ്റുന്ന ഒരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാശ് ചെലവാക്കിയിട്ട് ഹെൽത്ത് ചെക്കപ്പുകളും ബ്ലഡ് ടെസ്റ്റുകളും ECGയും എക്കോ ഒക്കെ എടുക്കും. എന്നാലും ഹാർട്ടിൽ സംഭവിച്ചിട്ടുള്ള കേടുപാടുകൾ നമുക്ക് കണ്ടെത്താൻ പലപ്പോഴും സാധിക്കാറില്ല. ഇപ്പോൾ വെറും 5 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന ഒരു സിമ്പിൾ ടെസ്റ്റിലൂടെ ഹൃദയത്തിലെ കേട് കണ്ടെത്തി അറ്റാക്ക് തടയാൻ ഒരുപാട് പേർക്ക് കഴിയാറുണ്ട്. ഈ ടെസ്റ്റാണ് CT കൊറോണറി കാൽഷ്യം സ്കോറിംഗ്. ഇത് സിമ്പിൾ ആയിട്ടുള്ളൊരു CT സ്കാനാണ്. നമ്മളൊരു ഭംഗിയുള്ള വീട് കണ്ടു എന്ന് വിചാരിക്കാം. ആ വീട് നോക്കുമ്പോൾ നല്ല പെയിന്റ് ഉണ്ട്, നിലത്ത് മാർബിൾ ഇട്ടിട്ടുണ്ട്, ഇലക്ട്രിസിറ്റി ഉണ്ട്, ചുറ്റും നല്ല പൂന്തോട്ടമുണ്ട്. ആ വീട് ഇതുപോലെ പരിശോധിച്ചതിന് ശേഷം ആ സുന്ദരമായിട്ടുള്ള വീട് വാങ്ങാൻ തീരുമാനിക്കുകയാണ്. പക്ഷേ ഈ പരിശോധനയിൽ കണ്ടെത്താൻ സാധിക്കാത്ത ഒരു കേട് അതിന്റെ അടിത്തറ നിറയെ ചിതലരിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഇതുപോലെ ഹൃദയത്തിന്റെ എല്ലാ ടെസ്റ്റുകളും നോർമൽ ആണെങ്കിൽ പോലും ഹൃദയത്തിൽ ചിതലരിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു സിമ്പിൾ ടെസ്റ്റാണ് കാൽഷ്യം സ്കോറിംഗ് ടെസ്റ്റ്. കാൽഷ്യം സ്കോറിംഗ് ടെസ്റ്റിനെ കുറിച്ച് എല്ലാവരും അറിയേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നാമതായിട്ട്, രക്തധമനികൾക്കകത്ത് കേട് സംഭവിക്കുമ്പോൾ അത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരം സ്വയം ശ്രമിക്കാറുണ്ട്. അതിനായിട്ട് ശരീരം ഉപയോഗിക്കുന്നതാണ് കാൽഷ്യം. അതുകൊണ്ട് തന്നെ രക്തധമനികളിൽ എത്ര കാൽഷ്യം അടിഞ്ഞുകൂടി എന്ന് കണ്ടെത്തുകയാണെങ്കിൽ രക്തധമനികളുടെ കേട് നമുക്ക് അളന്നെടുക്കാൻ സാധിക്കും. ഇതാണ് കാൽഷ്യം സ്കോറിംഗ് ടെസ്റ്റ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ രക്തധമനികളുടെ കൃത്യമായ പ്രായം ഈ ടെസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമതായിട്ട്, ഈ കാൽഷ്യത്തിന്റെ അളവ് നമ്മൾ കണ്ടെത്തിയെന്ന് വിചാരിക്കുക. അത് നമ്മുടെ പ്രായവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ 45 വയസ്സുള്ള ഒരു വ്യക്തിക്ക് വളരെ കൂടിയ രീതിയിൽ കാൽഷ്യം കണ്ടെത്തുകയാണെങ്കിൽ 70 വയസ്സുള്ള ഒരു വ്യക്തിക്ക് കാൽഷ്യം കണ്ടെത്തിയതിനേക്കാളും 10 മടങ്ങ് ഡേഞ്ചർ അതിനുണ്ടാവും. മൂന്നാമത്തെ കാര്യം, കാൽഷ്യം സ്കോറിംഗ് ഭാവി പ്രവചിക്കുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഒരു വ്യക്തിക്ക് കാൽഷ്യം സ്കോർ 0 അഥവാ 0 ആണെങ്കിൽ അയാൾക്ക് അടുത്ത 5-10 വർഷത്തേക്ക് ഹാർട്ട് അറ്റാക്കിനുള്ള സാധ്യത കുറവാന്നുള്ള ഒരു വാറണ്ടി പീരീഡ് ആണ്. അയാളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും മരുന്നുകളൊന്നും വേണ്ടി വരില്ല. നാലാമതായിട്ട്, കാൽഷ്യം വളരെയധികം കൂടിയ രൂപത്തിൽ കാണുകയാണെങ്കിൽ ഉടനെ തന്നെ അറ്റാക്ക് തടയാനുള്ള ഒരുപാട് മരുന്നുകൾ കഴിക്കുന്നത് വഴി നമുക്ക് ഹൃദ്രോഗത്തെ തടഞ്ഞു നിർത്താൻ സാധിക്കും. അഞ്ചാമതായിട്ട്, ഈ ടെസ്റ്റ് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. എന്ന് വെച്ചാൽ അറ്റാക്ക് വന്നു കഴിഞ്ഞിട്ട് ഒരു വ്യക്തി ചികിത്സിക്കുന്നതിനേക്കാളും എത്രയോ ചെലവ് കുറഞ്ഞൊരു മാർഗമാണ് ഹൃദയത്തിൽ ഡാമേജ് വന്നത് മുൻകൂട്ടി കണ്ട് അതിനനുസരിച്ചുള്ള മരുന്നുകൾ കഴിച്ച് അറ്റാക്ക് തടയാൻ പറ്റുന്നത്. കാൽഷ്യം സ്കോറിംഗ് ടെസ്റ്റ് ഒരു വ്യക്തി ചെയ്യുന്നുണ്ടെങ്കിൽ അത് അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഹാർട്ട് കെയറിന്റെ തുടക്കമാണ്. ആറാമത്തതായിട്ട്, ഏത് പ്രായമുള്ളവരാണ് ഇത് ചെയ്യേണ്ടത്? പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം 40-45 വയസ്സിന് ശേഷവും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം 50-55 വയസ്സിന് ശേഷവുമാണ് ഈ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണഗതിയിൽ നിർദ്ദേശിക്കാറുള്ളത്.